സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആയുഷ് ഹോമിയോ ഡിസ്പെൻസറിയും വണ്ടാഴി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാത്തൂർ ALP സ്കൂളിന് സമീപം 7-ാം വാർഡ് പകൽ വീട്ടിൽ നടന്ന ക്യാമ്പ് വണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. അസുഖങ്ങൾക്ക് ചികിത്സ പഴയ കാലത്തിലുള്ളതിനേക്കാൾ ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാകുന്ന കാലഘട്ടമാണ്. പക്ഷെ അതിനനുസരിച്ച് അതേപോലെ തന്നെ അസുഖങ്ങൾ പലതരം പണ്ടില്ലാത്ത പല മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പേരിൽ നമ്മൾ വല്ലാതെ മരണങ്ങൾ വരെ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മഴക്കാലത്തിന് മുമ്പുള്ള നമ്മൾ ഈ ക്യാമ്പുകൾ എല്ലാവരും ഒത്ത് ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇവർ ചർച്ച ചെയ്ത് അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുകയല്ല നമുക്ക് ശരിക്കും വേണ്ടത്. ഇത് വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് കൊതുവിൻ്റെ ശല്യം കൊണ്ട് വരുന്നുണ്ട്, മാലിന്യങ്ങൾ കുന്നുകൂടി. പഴയ കാലത്തൊന്നും അങ്ങനെ മാലിന്യം കിട്ടില്ല, ഫുഡ് വേസ്റ്റ് പറയുന്ന സാധനം ഉണ്ടാവില്ല. കാരണം അത്രയും നമ്മുടെ അമ്മമാരൊക്കെ പറയും ഭക്ഷണം ഒരു വറ്റുപോലും കളയാൻ പാടില്ല എന്നുള്ളത്. ഇന്ന് അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണം ഒരു കല്യാണം ആയിക്കോട്ടെ എന്ത് പരിപാടി ആയിക്കോട്ടെ ആ ഒരു ഒരുപാട് വേസ്റ്റായിട്ട് ഭക്ഷണം കളയുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ മാലിന്യം കുന്നുകൂടുമ്പോൾ ഉള്ള അവസ്ഥ നമുക്കറിയാം. അതിലുള്ള സംസ്കരണ കാര്യങ്ങളും ശരിയായ രീതിയിൽ ഉണ്ടാവുന്നില്ല. ആ കാരണം കൊണ്ട് തന്നെ പല അസുഖങ്ങളും ഇന്ന് പന്തലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചായത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ ഭരണസമിതി എല്ലാം ഇരിക്കുന്നുണ്ട്. അവരൊക്കെ തുടങ്ങി വെച്ചൊരു പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. കാരണം മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റൊക്കെ നമ്മളിവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരു പകുതി മുക്കാലും പ്രവർത്തനം അതിൻ്റെ ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ നമുക്കത് തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വൈസ് പ്രസിഡന്റ് S. സന്തോഷ് അധ്യക്ഷനായി. വണ്ടാഴി ഹോമിയോ PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ J. കച്ചൂഷ വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ശ്രീലത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബിത മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. വാർഡ് മെമ്പർ KK ഷീജ സ്വാഗതവും PHC അറ്റൻഡർ സുഷമ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.